ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ചരിത്ര പ്രസിദ്ധമായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്നുവരുന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അന്നദാനത്തിനുള്ള വിഭവങ്ങളുമായി നിരവധി ഭക്തജനങ്ങൾ ഫലമൂല്യധാന്യങ്ങളുമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാവിലെ 7:20 മുതൽ 8:20 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നായരച്ചൻ വീട് തറവാടിന്റെയും വേളൂർ മലൂർ തറവാടിന്റെയും നേതൃത്വത്തിൽ കന്നിക്കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് മടിയൻ മാരാർ സഭ, സത്യകഴകം കണ്ണച്ചൻ വീട് മടിയൻ, കോട്ടച്ചേരി കുമണാർകളരി ഭഗവതി ക്ഷേത്രം, വെള്ളിക്കോത്ത് തെരുവത്ത് ചൂളിയാർ ഭഗവതി ക്ഷേത്രം, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം, കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം, വെള്ളിക്കോത്ത് വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവ്, ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം, കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, വേലാശ്വരം വ്യാസേശ്വരം ശിവക്ഷേത്രം, മധുരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇടപ്പണി ഭഗവതിക്കാവ്, മുളവന്നൂർ ഭഗവതി ക്ഷേത്രം, അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറ ഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നവർക്ക് അന്നദാനവും ഒരുക്കി. ഏപ്രിൽ 23-ന് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.